നമ്മളൊരു പുതിയ വീട്ടിലോട്ടൊക്കെ താമസം മാറി കഴിയുമ്പോൾ ആ വീട്ടിൽ നമുക്ക് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വാങ്ങി വെക്കാമെന്ന് വിചാരിക്കും കേട്ടോ. അപ്പം നമ്മൾ നഴ്സറിയിൽ ചെന്നിട്ട് കണ്ണിൽ കണ്ടതൊക്കെ അങ്ങ് വാങ്ങിക്കും. പക്ഷെ അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഞങ്ങൾക്ക് പറ്റിയ കുറച്ച് അബദ്ധമാണത്. ഈ ഒരു ചാമ്പയൊക്കെ ഇതൊക്കെ കാണാൻ നല്ല ലുക്കുണ്ട്. ഇതിൻ്റെ തന്നെ കളർ 2-3 ഐറ്റം കളറുണ്ട് കേട്ടോ. ഞങ്ങൾ പ്ലാന്റ്സ് വാങ്ങാൻ പോകുമ്പോൾ ഇതുപോലെ ചാമ്പയല്ലേ, ഒരു പുതിയ വെറൈറ്റി ചാമ്പയല്ലേ എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഞങ്ങളൊരു 3-4 തൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കാണാനൊക്കെ ലുക്കുണ്ട്, ഭയങ്കര മധുരവും കാര്യങ്ങളൊന്നുമില്ല. ആദ്യമായിട്ട് കഴിക്കുന്നവർക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഇഷ്ടപ്പെടുമെന്നല്ലാതെ ഇതൊരുപാട് ഗുണമോ അല്ലെങ്കിൽ എന്താ കഴിക്കാനൊരു ടേസ്റ്റോ അല്ലെങ്കിൽ അച്ചാറിടാനോ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് ഒരു വലിയ ഇഷ്ടമൊന്നും തോന്നിയില്ല. ഇതിപ്പോൾ ഞങ്ങളെ വീട്ടിൽ വാങ്ങിയപ്പോൾ 4 തൈയുണ്ട്. അതും 3 കളറിലായിട്ടാണ് കഴിച്ചിട്ടുള്ളത്. ഇതാണ് അതിലൊരെണ്ണം. ഇതിലാണ് ഏറ്റവും ഒരുപാട് കഴിക്കുന്നത്. പിന്നെ ഒരു വൈറ്റ് കളറായിട്ടുള്ളതുണ്ട്, പിന്നെ പ്യുവർ ഗ്രീൻ ആയിട്ടുള്ളതും ഉണ്ട് കേട്ടോ. 3 എണ്ണത്തിൽ ഇപ്പോൾ കായ വന്നിട്ടുണ്ട്. എല്ലാം ടേസ്റ്റ് സംഭവമൊക്കെ ഒരേ ഇത് തന്നെയാണ്. ടേസ്റ്റൊക്കെ ഒരേ സംഭവം തന്നെയാണ്. പക്ഷേ നമ്മൾ നാടൻ ചാമ്പയൊക്കെ കുറച്ചുകൂടെ വലിപ്പമുണ്ട് കേട്ടോ. നാടൻ ചാമ്പയ്ക്ക് ഇതിനേക്കാളും എന്തോ ടേസ്റ്റാണ്. പക്ഷേ ഇതൊന്നും വാങ്ങിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ഇതിനേക്കാളും വേറെ ഒരുപാട് ഫ്രൂട്ട്സുകളുണ്ട്, അതൊക്കെ വാങ്ങാൻ ശ്രദ്ധിച്ചാൽ മതി. ഇത് നിങ്ങൾ വാങ്ങിക്കേണ്ട എന്നുള്ള ഒരു അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ വാങ്ങിച്ച് അബദ്ധപ്പെട്ടതാണ്. ഇനി ഇത് മുറിച്ച് കളഞ്ഞിട്ട് വേറെ എന്തെങ്കിലും വെക്കുകയേ നിവർത്തിയുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ വേറൊരെണ്ണം, വൈറ്റ് കളറാണ്. ഈ ഒരു ചാമ്പയ്ക്ക് സെയിം, കാണാനൊക്കെ സെയിമാണ്, കളർ മാത്രം വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റും സംഭവം സെയിം തന്നെയാണ്. എന്തിനാണ് വെറുതെ സ്പേസ് വേസ്റ്റ് ആക്കുന്നത്?